ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്നോഡേയ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പുതിയ സാംസങ് പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. ഒരു സാംസങ് ഫോൺ ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചത്. ബോക്സ് പാക്കിലാണ് സാധാരണ രീതിയിൽ വരാറുള്ളതെങ്കിലും ഇത്തവണ വന്നത് കവർ പാക്കിലാണ്. അകത്ത് പ്ലാസ്റ്റിക് ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സിഡൻ്റൽ ഡാമേജ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റാപ്പ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ പുതിയ ഗാലക്സി A55 5G സ്മാർട്ട് ഫോൺ. UAE വെർഷൻ TDRA അപ്രൂവലുള്ള ഫോണാണിത്. 1 ഇയർ മാനുഫാക്ചർ വാറണ്ടി ഉണ്ട്. അഡീഷണൽ സാംസങ് കെയർ പ്ലസിനായിട്ട് 60 ഡേയ്സിനകത്ത് പ്രത്യേക ചാർജ് നൽകി 1-2 വർഷത്തേക്ക് കംപ്ലീറ്റ് സ്ക്രീൻ പ്രൊട്ടക്ഷൻ അടക്കം ഇൻഷുർ ചെയ്യാവുന്നതാണ്. സാംസങ് കെയർ പ്ലസിനായി സെറ്റിംഗ്സിൽ അബൌട്ട് ഫോണിൽ ലാസ്റ്റിൽ സാംസങ് കെയർ പ്ലസ് എന്നുള്ള മെനുവിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ബോക്സ് തുറക്കുന്നതിന് മുമ്പ് കംപ്ലീറ്റ്ലി സീൽഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. സീൽഡ് പാക്ക് അല്ല എങ്കിൽ നമുക്ക് അത് റിജക്റ്റ് ചെയ്യാവുന്നതാണ്. 2 വശങ്ങളിലായിട്ട് കാണുന്ന ഈ ഒരു സീല് അങ്ങനെ പീൽ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സാംസങ് A55 തുറക്കുകയാണ്. മുമ്പത്തെ പോലെ വലിപ്പമുള്ള ബോക്സ് ഒന്നുമല്ല ഇത്. ഒരു ചെറിയ കവേർഡ് ബോക്സ്, അതിൽ ഇങ്ങനെയൊരു എൻവലപ്പ് ഉണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് സിം ഇജക്ടർ പിന്നുണ്ട്. അകത്ത് തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് Type-C to C കേബിളാണ്. പിന്നെയുള്ളത് ഒരു മാനുവൽ ബുക്കാണ്. ചാർജർ വരുന്നില്ല. ഓസം ലെമൺ ആണ് ഇതിൻ്റെ കളർ. ഇതാണ് നമ്മളുടെ സ്മാർട്ട് ഫോൺ. ഒരു ചെറിയ പൗച്ചിലാണ് ഇത് വരുന്നത്. 213 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. നല്ല ബിൽറ്റ് ക്വാളിറ്റിയിൽ പ്രീമിയം മോഡലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി A55 8GB 256GB സ്മാർട്ട് ഫോൺ. ട്രിപ്പിൾ ക്യാമറയാണ് ഇതിനുള്ളത്. ഗ്ലാസ് ബാക്കാണ്, ഗൊറില്ല ഗ്ലാസ് ആണ് ഇതിനുള്ളത്. അലൂമിനിയം ഫ്രെയിമാണ് മൊത്തത്തിലായിട്ട് സൈഡ് ബെസലായിട്ടുള്ളത്. ഒരു ബോക്സ് ടൈപ്പ് മോഡലാണ് ഇത്. ഫുള്ളി നല്ല എലഗൻ്റ് ലുക്കാണ്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഭാഗമുണ്ട്. അതാണ് കീ ഐലൻഡ്. പവർ ആൻഡ് വോളിയം ബട്ടൺ അവിടെയാണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡ് ഭാഗം പൂർണ്ണമായിട്ടും ബ്ലാങ്ക് ആണ്. 6.6 ഇഞ്ച് സൂപ്പർ അമോലെഡ് 120Hz HDR10+ 1000 നിറ്റ്സ് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. USB Type-C ജാക്ക് ഡൗൺ സൈഡിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും ഒരു മൈക്കുമുണ്ട്. നല്ല ബിൽറ്റ് ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഫോൺ വളരെ നല്ല പ്രീമിയം ഫോണിൻ്റെ ലുക്ക് ഫീൽ ചെയ്യും. ട്രിപ്പിൾ ക്യാമറ ബോഡിയിൽ നിന്നും കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. ഒരു റിംഗ് ടൈപ്പിലാണ് ഈ സെറ്റിങ്സ്. ഇപ്പോൾ എല്ലാ സാംസങ് സീരീസിലും ഈ ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. 12 മെഗാപിക്സൽ അൾട്രാ വൈഡ്, 50 മെഗാപിക്സൽ വൈഡ്, 5 മെഗാപിക്സൽ മാക്രോ എന്നിങ്ങനെയാണ് ക്യാമറ റെസൊല്യൂഷൻസ്. സാംസങ്ങിൻ്റെ Exynos 1480 ചിപ്സെറ്റാണ് ഇതിന് കരുത്ത് പകരുന്നത്. ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിനുള്ളത്. 2.75. അതുപോലെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഉള്ളത്. 2 മൈക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അലൂമിനിയം ഫ്രെയിം ആയതിൻ്റെ പേരിൽ തന്നെ വളരെ നല്ല എലഗൻ്റ് ലുക്കാണ് ഇതിനുള്ളത്. പഞ്ച് ഹോൾ 32 മെഗാപിക്സൽ ക്യാമറയാണ് മുൻവശത്ത് കൊടുത്തിരിക്കുന്നത്. 4 വാരിയൻറ്റ് കളേഴ്സാണ് ഇതിനുള്ളത്. ടോപ്പ് സൈഡിൽ സ്ലിം സ്ലോട്ടും എക്കോ ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. 2 മൈക്രോ സിം, അതല്ലെങ്കിൽ ഇ സിം, അതല്ലെങ്കിൽ 1 മൈക്രോ സിം 1 ഇ സിം, 1 മൈക്രോ SDX 1 ടെറാബൈറ്റ് വരെ സപ്പോർട്ട് ചെയ്യും. ഇനി ക്യാമറയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 50-12 5 മെഗാപിക്സൽ ബാക്ക് ക്യാമറയും 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയുമാണ് ഉള്ളത്. ഫൺ, പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ, മോർ എന്നിങ്ങനെയാണ് ക്യാമറ സെറ്റിങ്സ് ഉള്ളത്. ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ചെക്കിങ്ങിൽ ക്യാമറ ക്വാളിറ്റി എല്ലാം വളരെ നല്ല ബിൽട്ടപ്പാണ് കാണിക്കുന്നത്. ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത ഡ്യുവൽ റെക്കോർഡിംഗ് ആണ്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരേ വശത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. വ്ളോഗേഴ്സിനൊക്കെ വളരെ നല്ല ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് ഇത്. സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് മൂവ് ചെയ്യുവാൻ സാധിക്കും. അതല്ലാതെ ഡ്യുവൽ മോഡിലായിട്ടുള്ള സെറ്റിങ്സ് വേറെയുമുണ്ട്. ക്യാമറ ഫീച്ചേഴ്സ് അടിപൊളിയാണ്.
12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പാച്ചർ 2.2 ആണ്. 5 മെഗാ പിക്സലിൻ്റെ 2.4 അപ്പാച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാനും വീഡിയോ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായി ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയിട്ട് പേര് നമ്മളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുക. പിന്നീട് ഡിവൈസ് കെയറിൽ പോകുക. ആപ്ലിക്കേഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ആയിരിക്കും, അത് ഓൺ ചെയ്തിടുക. 237 GB ആണ് നമ്മൾക്ക് കിട്ടുന്ന സ്റ്റോറേജ് കപ്പാസിറ്റി. ഡിസ്പ്ലേയിൽ പോവുക. അവിടെ സ്ക്രീൻ മോഡ് ചെക്ക് ചെയ്യുക. വിവിഡ് ആയിരിക്കും ഉണ്ടാവുക. സെറ്റിങ്സ് വിവിഡ് ആയിരിക്കും, അത് നാച്ചുറലിലേക്ക് മാറ്റുക. വിവിഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എൻഹാൻസ് ഫീച്ചേഴ്സ് കാണിക്കും ഫോട്ടോയിൽ. അത് ഒഴിവാക്കാനാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ആവശ്യമുള്ളവർക്ക് മാത്രം അത് സെറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ വിട്ടുകളയുക. സിസ്റ്റം ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് അറിയാം. ഇപ്പോൾ ഉള്ളത് ആൻഡ്രോയിഡ് 14 ആണ്. ഓപ്പൺ UI 6.1. സാംസങ് 4 വർഷത്തേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേഷൻ തരുന്നതാണ്. 1 ഇയർ സെക്യൂരിറ്റി അപ്ഡേറ്റും ടോട്ടൽ 5 ഇയേഴ്സ് ഇതിൻ്റെ ഫുൾ സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടുന്നതാണ്. മറ്റൊരു മൊബൈലും കൊടുക്കാത്ത ഒരു അപ്ഡേറ്റഡ് പ്രോഗ്രാമാണിത്. ഈ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 5000 mAh ആണ്. വളരെ നല്ലൊരു കപ്പാസിറ്റി തന്നെ 5000 mAh ബാറ്ററി. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഡിസ്പ്ലേക്ക് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഓൺ ദ ടോപ്പിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന മെനുവാണിത്. ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ് ഇതെല്ലാനും. ഈ ഫോണിന് ഹെഡ്ഫോൺ ജാക്കില്ല. NFC സ്ക്രീൻ റെക്കോർഡർ മുതലായവ അഡീഷണലായിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. സ്ക്രീൻ ബ്രൈറ്റ്നസിൻ്റെ ബഡ്ജറ്റ് കുറച്ച് ഭംഗിയായിട്ട് തന്നെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നോർമൽ ഫോട്ടോ 12 മെഗാ പിക്സൽ 50 മെഗാ പിക്സൽ എന്ന രീതിയിൽ ബാക്ക് സൈഡിൽ എടുക്കാം. ഫ്രണ്ട് സൈഡ് 12 മെഗാ പിക്സൽ 32 മെഗാ പിക്സൽ എന്ന രീതിയിൽ എടുക്കാം. വളരെ നല്ല നാച്ചുറൽ ലുക്ക് കിട്ടുന്ന ഒരു ക്യാമറ തന്നെയാണിത്. ഞാൻ ഔട്ട് സൈഡിൽ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ബാക്കിൽ കാണിക്കുന്നതാണ്. വീഡിയോയിൽ 3 തരം റെസൊല്യൂഷൻസ് ആണ് ഉള്ളത്. HD, FHD, UHD. ഇനി നമുക്ക് സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിലേക്ക് പോകാം. വളരെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. സൂപ്പർ സ്പീക്കർ. ഇത് ഡിഫറെൻറ്റ് ക്വാളിറ്റി വീഡിയോ റെസൊല്യൂഷനിൽ എടുത്ത വീഡിയോ ആണ്. FHD 30 FPS എടുത്ത വീഡിയോ ആണിത്. സ്റ്റഡി ഷോട്ട് ഓൺ ചെയ്യാതെ തന്നെ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഷേക്ക് ഇല്ലാതെ തന്നെ കിട്ടുന്നുണ്ട് നോർമൽ വീഡിയോയിൽ. ഇത് FHD 30 FPS സ്റ്റഡി ഷോട്ടിൽ എടുത്ത വീഡിയോ ആണ്. UHD 30 FPS ആണിത്. 60 FPS UHDയിൽ വരുന്നില്ല. ഇത് ഹൈപ്പർ ലാപ്സ് മോഡാണ്. FHD 60 FPS ആണ് ഈ മോഡ്. കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. കുറച്ച് സ്മൂത്ത്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് സാംസങ്ങിൽ തന്നെയുള്ള സ്ലോ മോഷനാണ്. പക്ഷേ അൾട്രാ സ്ലോ മോഷൻ്റെ ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ സ്ലോ മോഷൻ അല്ലാതെ അൾട്രാ സ്ലോ മോഷനും കൂടിയുണ്ട്. പക്ഷേ ഇത് വളരെ സ്ലോ മോഷൻ കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. വ്യത്യസ്ത മെഗാ പിക്സലിലെടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നതെല്ലാനും. സാംസങ് A സീരീസിൻ്റെ മിഡ് റേഞ്ചിൽ വരുന്ന ഏറ്റവും നല്ല സ്പെസിഫിക്കേഷനോട് കൂടിയിട്ടുള്ള നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ കിട്ടാവുന്നതിൽ വെച്ച്
ഏറ്റവും നല്ല ക്യാമറയാണ് സാംസങ് A55. വീഡിയോ പെർഫോമൻസ് എല്ലാം സ്റ്റണ്ണിങ് ലുക്കാണ്. നല്ല വൈബ്രൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് നൈറ്റ് മോഡിലെടുത്ത വീഡിയോയാണ്. എന്തുകൊണ്ടും ഫ്ലാഗ്ഷിപ്പിൽ വരുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി, നല്ല എലഗൻറ്റ് ലുക്കുള്ള ഒരു നല്ല ഫോൺ തന്നെയാണ് A55 എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. കൂടാതെ മുമ്പ് വന്ന മോഡലുകളിൽ അപേക്ഷിച്ച് Exynos 1480 ആണ് ചിപ്പ് സെറ്റ്. സോ ദിസ് വിൽ നോട്ട് ബി ബാഡ്. അപ്പോൾ ഇനി എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഫോൺ ഇതായിരിക്കും. മുമ്പുണ്ടായിരുന്ന ഫോൺ A30s എന്ന സാംസങ് ഫോണാണ്. Thanks for watching. See you soon. Bye.